കേരളത്തിൻ്റെ പലയിടങ്ങളിലുള്ള സൗഹൃദങ്ങളുടെ ഒത്തുചേരൽ ഭാരത് ഭവന് വലിയൊരു ബ്ലസ്സാണ്. വലിയൊരാഗ്രഹം തോന്നി, എന്നെങ്കിലും കേരളത്തിലെ ആരെങ്കിലും ഒരാൾ വന്ന് ഇതുപോലൊരു ഭാരത് ഭവൻ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു എങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ മാറ്റങ്ങൾ സാംസ്കാരിക രംഗത്തുണ്ടാകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇത്തരം സ്ഥാപനത്തിലേക്ക് ഇരുത്തിയത്. പക്ഷേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന കലാകാരന്മാർക്ക് പലർക്കും നമ്മുടെ സിനിമാ രംഗത്ത് അങ്ങോട്ട് ശോഭിക്കാൻ കഴിയാതെ പോയി. അതിൻ്റെ ഒരു കാരണം എന്താണ്? ഇന്ന് നമ്മളോടൊപ്പമുള്ള വിശിഷ്ടാതിഥി ശ്രീ പ്രമോദ് പയ്യന്നൂരാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പെർഫോമിംഗ് ആർട്ടിലെ ബിരുദാനന്തര ബിരുദം, അതിനുശേഷം ലോകപ്രശസ്തമായ വിശ്വഭാരതി സർവകലാശാലയിൽ നിന്ന് ടാഗോർ ഇൻ ഗ്ലോബൽ തിയേറ്റർ എന്ന വിഷയത്തിൽ നടത്തിയ ഗവേഷണത്തിന് ഡോക്ടറേറ്റ്. ചുരുക്കത്തിൽ അക്കാദമിക് രംഗത്ത് തൻ്റെ പ്രതിഭ തെളിയിച്ച ശേഷമാണ് 2016 ശ്രീ പ്രമോദ് പയ്യന്നൂർ ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ ചുമതലയേൽക്കുന്നതും. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക തനിമയെക്കുറിച്ച്, ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ അദ്ദേഹം ചുമതലയേറ്റ ഭാരത് ഭവൻ്റെ പ്രവർത്തനം എങ്ങനെ വ്യത്യസ്തമായി കേരളത്തനിമയോടെ കേരളത്തിൽ നടത്താൻ കഴിയും തുടങ്ങി വ്യത്യസ്തമായ ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് അദ്ദേഹവുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ പ്രമോദ് പയ്യന്നൂരിനെ ജനഭൂമിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. 2016 താങ്കൾ ഭാരത് ഭവൻ്റെ ചുമതല ഏൽക്കുന്നത്. അതെ സാർ, അതെ. അപ്പോൾ ഭാരത് ഭവൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം അതുവരെ അത്ര ലൈം ലൈറ്റിലുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ട്, പക്ഷേ ഭാരത് ഭവൻ്റെ പ്രവർത്തനത്തിന് ഒരു ചടുലത വന്നു. ഉപരിയായിട്ട് അതൊരു വലിയ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാനും താങ്കൾക്ക് കഴിഞ്ഞു. അക്കാദമിക് രംഗത്തൊക്കെ പ്രതിഭ തെളിയിച്ചതിന് ശേഷമാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു അക്കാദമിക് ടച്ച് ഭാരത് ഭവൻ്റെ പ്രവർത്തനങ്ങളിലുണ്ട്. ഭാരത് ഭവൻ നടത്തുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാം. സാർ, ഞാൻ സാർ സൂചിപ്പിച്ച പോലെ അക്കാദമിക് തലത്തിലുള്ള പഠനങ്ങൾ, അതോടൊപ്പം തന്നെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ നിരന്തരം ചെയ്തു പോകുന്ന ഒരാളായിരുന്നു. ഇപ്പം പരീക്ഷണ നാടകങ്ങളും അമേച്ചർ നാടകങ്ങളും KPSC പോലുള്ള വലിയ നാടക പ്രസ്ഥാനങ്ങളിൽ അവരുടെ 50ാമത്തെ 51ാമത്തെ നാടകങ്ങൾ ചെയ്ത് തുടർച്ചയായിട്ട് സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടുമ്പോൾ, പിന്നെ കേരളത്തിലെ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള
ചലച്ചിത്ര രംഗത്തെ അഭിനേതാക്കളെ വെച്ചുകൊണ്ട് അരങ്ങിലേക്ക് സാഹിത്യ രൂപങ്ങളുടെ അനുരൂപീകരണം പരീക്ഷണ നാടകത്തിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ മീഡിയ രംഗത്തായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ. അത് ഡോക്യുമെൻ്ററിയും വലിയ ഷോസും ഷോർട്ട് ഫിക്ഷൻസും ഒക്കെ ചെയ്യുമ്പോഴും അതിനും അതിൻ്റേതായിട്ടുള്ള അംഗീകാരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ ഈ അക്കാദമിക് തലം പോലെ തന്നെ അതിനപ്പുറത്ത് ഒരു പക്ഷേ പ്രായോഗികമായിട്ട് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഞാൻ. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ അതുകൊണ്ടായിരിക്കാം ഈ ഭാരത് ഭവൻ പോലുള്ള ഒരു സ്ഥലത്ത് 2016 ചുമതലയേറ്റപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടത്തുമ്പോൾ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട യങ്സ്റ്റേഴ്സും അതുമായിട്ട് താല്പര്യമുള്ളവരും ഒക്കെ ഒപ്പം ചേരുന്ന ഒരു രീതി, ഡാൻസ് ഫെസ്റ്റിവൽ ആകുമ്പം അതിൻ്റെ മൈം ഫെസ്റ്റിവൽ, തിയേറ്റർ ഫെസ്റ്റിവൽ, ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഫ്രൈഡേ സ്ക്രീനിങ് നടക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ സിനിമകളുടെ പ്രദർശനം നടത്തുന്നുണ്ട്. അപ്പം വിവിധ ഇന്ത്യൻ കലകളുടെ അവതരണങ്ങൾ, അത് ക്ലാസിക്കലും ഫോക്കും ട്രൈബലുമായിട്ടുള്ള അവതരണങ്ങൾ, ഇതെല്ലാം ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒരു 10-25 വർഷം അമേച്വർ നാടക രംഗത്തും ഈ കേരളീയ കലകളുടെ ഒപ്പം ചെയ്യുന്ന ഷോസ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ, സിനിമ ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ, മിനി സ്ക്രീനിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ പലയിടങ്ങളിലുള്ള സൗഹൃദങ്ങളുടെ ഒത്തുചേരൽ ഭാരത് ഭവന് വലിയൊരു ബ്ലസ്സാണ്. ശരിക്കും അവരുടെയൊക്കെ എനർജി കൂടിയായിരിക്കും എൻ്റെ ഒരു തോട്ട്സിനൊപ്പം മുന്നോട്ട് പോകാൻ. എനിക്ക് അതിനെല്ലാം എനർജിയും തരുന്ന സത്യത്തിൽ നമ്മുടെ 2016 മുതലുള്ള സർക്കാരാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും LDF സർക്കാർ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ മാറ്റങ്ങൾ സാംസ്കാരിക രംഗത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇത്തരം സ്ഥാപനത്തിലേക്ക് ഇരുത്തിയത്. അപ്പോൾ രണ്ടാമത് വരുമ്പോഴും അത് തുടരണമെന്ന് പറയുന്നു, അതനുസരിക്കുന്നു. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ പരമാവധി നമ്മുടെ ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് സാർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓട്ടത്തിനൊപ്പം ഒത്തുചേരുന്നത് നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും പല ഭാഗത്തുള്ള വളരെ പ്രതിഭാധനരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ സംഘമാണ്, സഹൃദയരുടെ സംഘമാണ്. അവരാണ് ഇതിനെ ചലിപ്പിക്കുന്നത്, ഇതിനൊരു എനർജി തരുന്നത്. എന്തായാലും താങ്കളുടെ സാന്നിധ്യം, ഭാരത് ഭവനിലെ സാന്നിധ്യം കലാകാരന്മാർക്കും പിന്നെ കലയെ ശ്രദ്ധിക്കുന്നവർക്കും സാംസ്കാരിക രംഗത്തെ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷ പകരുന്നതാണ്. ഭോപ്പാലിലെ ഭാരത് ഭവനുണ്ട്, ഞാനൊരിക്കലും അത് കണ്ടു. അപ്പോൾ അവിടെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരാഗ്രഹം തോന്നി, എന്നെങ്കിലും കേരളത്തിലെ ആരെങ്കിലും ഒരാൾ വന്ന് ഇതുപോലൊരു ഭാരത് ഭവൻ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു എങ്കിൽ. കാരണം ആ മധ്യപ്രദേശിൻ്റെ തനിമ മാത്രമല്ല, ഒരു ഉത്തരേന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നമുക്ക് ഭാരത് ഭവനിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്. കേരളത്തിൽ കുറച്ച് സ്ഥലത്തിന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഗവൺമെൻറ് വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ശരി, ഇടതുപക്ഷ ഗവൺമെൻറ് കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം തീർച്ചയായിട്ടും അവർക്കുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ഭോപ്പാൽ മോഡൽ ഒരു ഭാരത് ഭവൻ കേരളത്തിൽ വിഭാവന ചെയ്താൽ അത് നടപ്പിലാക്കാനുള്ള അക്കാദമിക് പരിജ്ഞാനം താങ്കൾക്കുണ്ട്. ചെറുപ്പമാണ്, വളരെ ഡൈനാമിക്കാണ്. അപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണാനും അത് യാഥാർത്ഥ്യമാക്കാനുമുള്ള ദീർഘമായൊരു സമയം മുന്നിലുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കാനും അത് ഗവൺമെൻറ്റിനെ കൺവിൻസ് ചെയ്യാനുമുള്ള ശ്രമം ഉണ്ടാകും. തീർച്ചയായിട്ടും സാർ, ഇപ്പം നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങളെ കുറേ കൂടി രാഗി മിനുക്കുന്നത് ഇപ്പം സാറിനെ പോലെയുള്ള നമ്മൾക്ക് അഡ്വൈസ് തരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ കുറേ കൂടി ഷാർപ്പണായിട്ട് നമ്മുടെ അതിലേക്ക് കുറച്ചുകൂടി ഊന്നൽ കൊടുക്കുന്നത്. ഇത് ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലുമൊക്കെ വളരുന്ന ഒരു സ്ഥാപനമായിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഭാവനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില പ്രൊജക്റ്റുകൾ നീങ്ങി അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ചില ഒഫീഷ്യലായിട്ട് എടുക്കുന്ന സമയക്രമങ്ങൾ വല്ലാതെ ചില ഇടങ്ങളിൽ നീണ്ടു പോകുമ്പോൾ നമ്മുടെ ഭാവനയിലേക്ക് എത്തിപ്പിടിക്കാൻ അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനുള്ള സമയപരിമിതി അവിടെ നേരിടുന്നുണ്ട്. തീർച്ചയായിട്ടും ഭോപ്പാൽ നമുക്കൊരു വലിയ മാതൃകയാണ്. ഭോപ്പാൽ ഭാരത് ഭവൻ വലിയ സ്ഥലം, അതുപോലെ തന്നെ ഇന്ത്യൻ സാംസ്കാരികതയുടെ വൈവിധ്യങ്ങൾ നിറഞ്ഞാടുന്ന വേദികൾ, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മകൾ, ഒരുപാട് സ്കോളേഴ്സിൻ്റെ സാന്നിധ്യം ഒക്കെ കൊണ്ട് വളരെ സമ്പന്നമാണ് ഭോപ്പാൽ ഭാരത് ഭവൻ. അതുപോലെ കേരളത്തിൻ്റെ ഭാരത് ഭവന് ഉയരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത്രമാത്രം കഴിവും ചിന്താശേഷിയും പ്രതിഭാശേഷിയും ഒക്കെയുള്ള ആൾക്കാരാൽ സമ്പന്നമാണ് കേരളം. തീർച്ചയായിട്ടും അതിന് എത്താൻ പറ്റും. പക്ഷേ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യത്തിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിലും ഒഫീഷ്യൽ ലെവലിലൊക്കെ അതൊന്ന് ഡെവലപ്പ് ചെയ്ത് വരാനെടുക്കുന്ന ഒരു സമയം എന്നുള്ളതുണ്ട്. സത്യത്തിൽ ഭാരത് ഭവൻ കുറേ കൂടി ഈ വർഷങ്ങളിൽ ഒരുപാട് ഈ ഒരു
10 വർഷമായിട്ട് വളരെ ഡൈനാമിക്കായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിദേശത്തും കേരളത്തിലും ഭാരത് ഭവനിലെ 2 വേദികളിൽ ഇവിടെ ഒരു വേദിയുള്ളത് ശമ്മാങ്കുടി സ്മൃതി ഹൈക്യൂ തിയേറ്ററാണ്. അവിടെ ഷോർട്ട് ത്രോ പ്രൊജക്ടറും AC ഹാളും ലൈറ്റും സൗണ്ടും എല്ലാം എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ്. അവിടെയാണ് സിനിമാ പ്രദർശനവും മറ്റ് പ്രധാന അവതരണങ്ങളും നടക്കുന്നത്. മറ്റൊന്ന് മണ്ണരങ്ങാണ് സർ, ഓപ്പൺ എയർ തിയേറ്റർ. ഇവിടെയും നിരന്തരം പ്രോഗ്രാം നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്ത് ഭാരത് ഭവൻ്റെ പ്രോഗ്രാം ഇന്ത്യയിൽ നടക്കുമ്പോൾ തന്നെ ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പം ഇതിനെ കുറേ കൂടി ഡെവലപ്പ് ചെയ്യാൻ എൻ്റെയൊക്കെ മനസ്സിലുള്ളൊരു സ്വപ്നം, ഞാനിപ്പോൾ സാറ് പറയുമ്പോൾ വീണ്ടും അതിലേക്ക് ഇങ്ങനെ ഓർത്തു പോവുകയായിരുന്നു. ഈ തലസ്ഥാന നഗരിയിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗത്തു നിന്ന് എത്തിച്ചേരുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അത് പെർഫോമിംഗ് ആർട്സ് ചെയ്യുന്നവരായാലും ക്യാമറ ചെയ്യുന്നവരായാലും മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായാലും ഒക്കെ എത്തിച്ചേരുന്നുണ്ട്. ഇവർക്ക് വൈകുന്നേരങ്ങളിൽ രാത്രികാലങ്ങളിലൊക്കെ വന്നാൽ അന്തി ഉറങ്ങാൻ അവർ ബുദ്ധിമുട്ടുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ലേറ്റ് നൈറ്റിലൊക്കെ ആണല്ലോ ആർട്ടിസ്റ്റുകളുടെ യാത്രകളും കാര്യമൊക്കെ. അപ്പോൾ അവർക്ക് സേഫായിട്ട് പിന്നെ ഉറങ്ങാനും അവർക്ക് ഫ്രഷാകാനും നല്ല പുസ്തകങ്ങൾ വായിക്കാനും നല്ല സംഗീതം കേൾക്കാനും ഒക്കെയുള്ള ഒരു ഇടമായിട്ട് ഭാരത് ഭവൻ്റെ ചില സ്പേസുകൾ അതിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഉണ്ട്. പലതും നമ്മൾ തുടങ്ങി വെച്ചു, ഇന്ന പോലെയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വെച്ചു. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മിനിസ്റ്റേഴ്സ്, ആദ്യം AK ബാലൻ മിനിസ്റ്ററായിരുന്നു, വളരെ സജീവമായിട്ട് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സജി ചെറിയാൻ സാർ വന്നപ്പോഴും വലിയ സപ്പോർട്ടാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്ന മിനിസ്റ്ററാണ്. അപ്പം പിന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷ ഗവൺമെൻറ് എപ്പോഴും നമ്മുടെ കലാ സാഹിത്യ മേഖലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, അതിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്ന സർക്കാർ ഒരു സമീപനമുണ്ട്. അതെല്ലാം കൊണ്ട് ഭാരത് ഭവനെ കുറേ കൂടി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. എന്നാലും മനസ്സിൽ സ്വപ്നം കണ്ട ഇടത്തേക്ക് എത്തിച്ചേരാൻ ഇനിയും ഒരു 30% മുന്നോട്ട് പോകാനുണ്ട്. പലതും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്ത് വരണം സാർ. അങ്ങനെ ആകുമ്പം നമ്മളതും ഭോപ്പാലിലുള്ള ഭാരത് ഭവനെ പോലെ ഒരു പക്ഷേ അതിനേക്കാളും മീതേക്ക് ഉള്ള ഒരു വലിയ സാംസ്കാരിക നിലയമായിട്ട് ഭാരത് ഭവൻ വളരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം. എനിക്ക് തോന്നുന്നത് ഭാരത് ഭവൻ കണ്ട ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തിൻ്റെ പൊന്മുടിയൊക്കെ സ്ഥലങ്ങൾ കിട്ടാൻ സ്പേസ് ഉണ്ട്. ഇതെല്ലാം ഒരു ട്രിവാൻഡ്രത്തിന് അടുത്താണ്. വരുന്ന ആളുകൾക്ക് കാലാവസ്ഥ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ പരിഗണിക്കാനായിട്ടൊരു വിഷയം എന്ന നിലയിൽ ഞാൻ പ്രമോദിന്റെ ശ്രദ്ധപ്പെടുത്തി. നമ്മൾ ആ ഏരിയ ഒന്നും ചിന്തിച്ചിട്ടില്ല സതിൽ. പക്ഷേ സാറിനെ പോലെ ദീർഘവീക്ഷണമുള്ള ഒരാൾ പറയുന്ന ആശയം തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളിൽ അത് അത്തരം പ്രൊജക്റ്റൊക്കെ എഴുതുമ്പം അതൊക്കെ സൂചിപ്പിക്കാവുന്നതാണ് സാർ. തീർച്ചയായിട്ടും വരുന്ന കലാകാരന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യം ട്രിവാൻഡ്രത്തെ ചെയ്യാൻ പറ്റും. അത് ട്രിവാൻഡ്രം ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഷീ ലോഡ്ജ് എന്നൊരു കൺസെപ്റ്റ് വന്നു. അപ്പോൾ തന്നെ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് ഇതുവരെ താമസിക്കാൻ ഇടമില്ല. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി. തമ്പാനോട്ട് തന്നെ KSRTC സ്റ്റാൻഡിൽ തന്നെ അതിന് സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പല സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേ തീർച്ചയായിട്ടും കലാകാരന്മാർക്ക് വരാനും താമസിക്കാനും താങ്കൾ പറഞ്ഞ പോലെ സംഗീതം കേൾക്കാനും പുസ്തകം വായിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഇടം ഒരുക്കിയാൽ അത് വലിയൊരു കാര്യമായിരിക്കും. ക്രിയേറ്റീവ് സ്പേസ്, ക്രിയേറ്റീവ് ഡിസ്കഷൻ നടക്കും അവിടെ. അങ്ങനെ ഒരു വലിയ ഇടമായിട്ട് മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളമാണ് അതിനൊക്കെ മാതൃകയാവേണ്ടത്. അതിലേക്ക് എത്തും തോന്നുന്നു സാർ. ഇപ്പോൾ നമ്മളിപ്പം ചില കാര്യങ്ങൾ ഒരു പുതിയ വഴികളൊക്കെ വെട്ടിക്കഴിഞ്ഞാലും അതിലൂടെ നടന്നു പോകാൻ ഇനിയിപ്പം പിന്നെ വേറെ ആൾക്കാർ വരുമ്പോൾ അവർ ചെയ്യും അത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഇത്രയും കാലം ഇത്രയും വർഷങ്ങളിൽ നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങൾ പരമാവധി ചെയ്തിരുന്നു. ഒരു പക്ഷേ പേഴ്സണലായിട്ട് ആലോചിക്കുമ്പം നാടകരംഗത്ത് നിരന്തരം പ്രൊഫഷണൽ നാടകവും അമേച്ചർ നാടകവും പരീക്ഷ നാടകമൊക്കെ ചെയ്ത് മിനി സ്ക്രീൻ സിനിമ ഒക്കെ ചെയ്തു പോകുന്ന ഒരാൾ. അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പം ഫുൾ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനും വലിയ ഷോസ് ചെയ്യുന്നതും യാത്രകളും ഒക്കെ ആകുമ്പം നമ്മുടേതായിട്ടുള്ള ചില ക്രിയേറ്റീവ് വർക്കുകൾ നീണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എനിക്കതിൽ സത്യത്തിൽ നിരാശ തോന്നുന്നില്ല. കാരണം ഒരു കലാസമൂഹത്തിന് വേണ്ടിയിട്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിൽ ഒരുപാട് കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് പല സമയങ്ങൾ വിനിയോഗിച്ച് അവരുടെ സന്തോഷവും അതിലൂടെ നമ്മളറിയാതെ സാംസ്കാരികതയ്ക്കുള്ള ഉണർവും ഉണ്ടാക്കിയെടുക്കാൻ ഭാരത് ഭവനാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷം തന്നെയാണ് തോന്നുന്നത്. പ്രമോദ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന ആളാണ്. ഈ സ്കൂൾ ഓഫ് ഡ്രാമയെ നിന്ന് നാടകത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയ ഒരാളാണ്. നാടകത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയ ആളുകൾ പലരും സിനിമയിൽ നടത്തിയ പരീക്ഷണം അത്ര വിജയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ശരി, ബാല്യകാല സഖി താങ്കളുടെ സിനിമ ഞാൻ കണ്ടതാണ്. അതിനൊരു നല്ല ദൃശ്യാവിഷ്കാരമായിട്ടാണ് എനിക്ക് തോന്നിയത്.
പക്ഷെ അവിടെ നാടകം കണ്ടില്ല, അവിടെ സിനിമയാണ് കണ്ടത്. ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് നാടകരംഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഈ നാടകവും സിനിമയും തമ്മിൽ വ്യവച്ഛേദിച്ച് കാണാനും രണ്ടുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനും ചിലർക്കെങ്കിലും തടസ്സം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് ബാല്യകാല സഖി ചിത്രീകരിച്ചു. അതിന് ഞാൻ പ്രത്യേക അഭിനന്ദനം പറയുകയാണ്. നന്നായി. പക്ഷേ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വരുന്ന പല പ്രതിഭകളും അവിടെ നിന്ന് വന്നൊരു പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ജോൺ അബ്രഹാം വന്നു. അദ്ദേഹം നല്ല ഫിലിമിന് ഷൂട്ടിൽ നിന്ന് വന്നു. അദ്ദേഹം നല്ല പ്രതിഭാശാലിയാണ്. പക്ഷേ സിനിമാ രംഗത്ത് പല കാരണങ്ങളാൽ അമ്മയറിയാൻ നല്ല സിനിമയാണ്, ഞാൻ കണ്ടതാണ്. അതുപോലെ തന്നെ ജോൺ ശങ്കരമംഗലം, പഴയകാല തലമുറയിലെ ഒരു നടിയുണ്ടായിരുന്നു ജമീല മാലിക്. ജമീല മാലിക്കും ഇവിടുന്ന് വന്നാണ്. അപ്പം ഫിലിമിന് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഫിലിമിന് ഷൂട്ടിൽ നിന്ന് വരുന്ന കലാകാരന്മാർക്ക് പലർക്കും നമ്മുടെ സിനിമാ രംഗത്ത് അങ്ങോട്ട് ശോഭിക്കാൻ കഴിയാതെ പോയി. അതിൻ്റെ ഒരു കാരണം എന്താണ് സാർ? നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുന്നത് ഈ ലോകത്ത് എങ്ങനെയാണ് സിനിമാ രംഗത്ത് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അത് ടെക്നോളജിക്കലായാലും ഇപ്പോൾ സ്ക്രീൻ പ്ലേയുടെ വേ ഓഫ് ടെല്ലിങ്, ടേക്കിങ്സ്, ആർട്ടിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ കുറസോവ ആയാലും ഇങ്ങനെയുള്ള ഒരുപാട് സത്യജിത് റേ, ഋതിക് ഘട്ടക് ഒക്കെ പറയുന്ന വളരെ വിഖ്യാതരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ സിനിമേനെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാലങ്ങളിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തൊക്കെ ശൈലികളാണ് സിനിമയിൽ വന്നിട്ടുള്ളത് അതിനെ ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ച് പഠിപ്പിക്കുകയാണല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നാടക സ്കൂളിലും അത് തന്നെയാണ്. ലോക നാടക വേദിയിൽ ഉണ്ടായിരുന്ന ഗ്രീക്ക് തിയേറ്ററിലും യൂറോപ്യൻ തിയേറ്ററിലും അമേരിക്കൻ തിയേറ്ററിലും റഷ്യൻ തിയേറ്ററിലും ഒക്കെ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നിട്ട് നമ്മുടെ മണ്ണിനുതകുന്ന, നമ്മുടെ സൊസൈറ്റിക്ക് കൺവേ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻസ് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾക്ക് നമ്മുടെ രീതിയിലേക്ക് ഉപകരിക്കപ്പെടുന്നത്. ജോൺ എബ്രഹാമിനെ പോലുള്ള വിഖ്യാതരായിട്ടുള്ള വ്യക്തിത്വം, ജോൺ എബ്രഹാമിനെ നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ ചലച്ചിത്ര ഭൂപടത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അത്രമാത്രം ക്രിയേറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ജോൺ എബ്രഹാമിൻ്റെ സ്വപ്നം കമേഴ്സ്യൽ സിനിമയായിരുന്നില്ലല്ലോ. ജോൺ എബ്രഹാം ചെയ്തിരുന്നത് ക്രാഫ്റ്റിൽ പുതിയ വൈവിധ്യങ്ങൾ കാണിക്കുക. ഒരു പക്ഷേ 100 വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന സിനിമയെ വെളിപാട് പോലെ മുന്നേ കണ്ടിട്ട് അത് ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള പ്രതിഭാശേഷി ജോൺ എബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മേറിയാൻ പോലുള്ള സിനിമകളൊക്കെ ഉണ്ടായിരുന്നത്. ലോക നിലവാരത്തിലേക്ക് അത് അംഗീകരിക്കപ്പെട്ടത്. കമേഴ്സ്യൽ സിനിമാ വേദിയിൽ ജോൺ എബ്രഹാം വന്നില്ല, പോപ്പുലറൈസ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് ജോൺ എബ്രഹാം ഒരിക്കലും നമുക്ക് മാറ്റി നിർത്തപ്പെടാവുന്ന ഒരാളല്ല. ഏറ്റവും മാർഗദർശിയായിട്ട് നിൽക്കാവുന്ന ഒരാളാണ് ജോൺ എബ്രഹാം. അങ്ങനെ വഴിതെറ്റി നടക്കുന്ന ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാതെ വഴിതെറ്റി നടക്കുന്ന കലാകാരന്മാരാണ് നമ്മളെ കലയെ നിയന്ത്രിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ചിലർ സാറ് പറയുന്നത് പോലെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് അതിന് അതുപോലെ ചില ലാബ് പ്രൊഡക്ഷൻസ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ നമുക്കൊരു അബ്സേർഡ് തിയേറ്ററോ എക്സ്പ്രഷനിസ്റ്റിക് തിയേറ്ററോ റിയലിസ്റ്റിക് തിയേറ്ററോ ഒക്കെ എന്താണെന്ന് വിവച്ഛേദിച്ചറിയിച്ച് അത്തരം പ്രൊഡക്ഷൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മുടെ മുന്നിൽ അത് വിലയിരുത്താനിരിക്കുന്നത് അതിൽ പാണ്ഡിത്യമുള്ള, അത് പഠിച്ചറിഞ്ഞ ആൾക്കാരാണ്. പഠിച്ചറിയാത്ത ആൾക്കാരുടെ മുന്നിൽ ഈ ശൈലികൾ നമ്മൾ വെച്ചു കൊടുത്താൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ തിയേറ്റർ ലാബ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ സ്കൂൾ ഓഫ് ഡ്രാമയിലും അത്തരം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലും അത്തരം പ്രൊഡക്ഷൻസ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയത് ചിലവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് അതേ സാറ് പറഞ്ഞതിൻ്റെ പ്രശ്നം അവിടെയാണ് എനിക്ക് തോന്നിയത്. അതായത് അതേ പ്രൊഡക്ഷൻസ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് അത് വെച്ച് കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവരതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. അതിനെ കുറച്ചുകൂടി മൈൽഡാക്കി സൊസൈറ്റിക്ക് ഉപകരിക്കുന്ന രീതിയിലേക്ക് മേക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി ജനകീയമാകുന്നത് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കല ജീവിതത്തിന് വേണ്ടി കൂടിയുള്ളതാണ്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ നമുക്ക് പ്രശ്നങ്ങൾ വരാനുള്ളടുക്ക പ്രതിരോധമായും ചെറുത്തുനിൽപ്പായും ഒക്കെ മാറിത്തീരേണ്ടതാണ് കല. അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്നവർ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക്, എന്നാൽ കമേഴ്സ്യലൈസ് ചെയ്യുന്ന ഇഷ്ടപ്പെടലല്ല ഞാൻ പറയുന്നത്. ഇവിടെ സോക്കോൾഡ് ഒരു കമേഴ്സ്യലൈസേഷൻ്റെ രീതിയുണ്ട്. നിയതമായ ചട്ടക്കൂടിനെ ഫോളോ ചെയ്ത് നടക്കുന്നവരാണ് കൂടുതലും. അവരിങ്ങനെ അവരുടെ പ്രൊഫഷൻ എന്നുള്ള രീതിയിലോ മറ്റു കാര്യത്തിലോ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ വഴിതെറ്റി നടക്കുന്ന എന്തെങ്കിലും പരീക്ഷണങ്ങളും കൂടി അതിൽ ചെയ്തിട്ട് ജനകീയമായിട്ട് കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തി പുതിയ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നവരാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച പലരും അത് ചെയ്യുന്നവരുണ്ട്. ഇപ്പം സ്കൂൾ ഓഫ് ഡ്രാമയിൽ എടുത്താൽ തന്നെ ശ്യാമപ്രസാദിനെ പോലെയുള്ള ആൾക്കാർ, പി ബാലേന്ദ്രേട്ടനെ പോലുള്ള ആൾക്കാർ, ഇപ്പോൾ ശ്യാം സാറായാലും ബാലേന്ദ്രേട്ടനായാലും അതുപോലെ തന്നെ രഞ്ജിത്തേട്ടനായാലും ഇങ്ങനെ കുറേ ആൾക്കാർ ഡ്രാമ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടും അവർ സിനിമാ രംഗത്ത് പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററും ഫിലിമും രണ്ടും രണ്ടാണ്. രണ്ട് രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്തേ പറ്റൂ. അതിനെ മനസ്സിലാക്കി ചെയ്യുന്നവർ ആ രംഗത്ത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.
സാറി പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചില നന്മകൾ പഠിച്ച് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള വലിയ ആകാശമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. അവിടെ എങ്ങനെ പറക്കണം എന്ന് തീരുമാനിക്കുന്നത് പഠിച്ചറിയുന്ന വിദ്യാർത്ഥികളാണ്. അതിന് ആ പറക്കലിൽ അത് ആൾക്കാർക്ക് ഇഷ്ടമാവുന്ന രീതിയിലേക്ക് അതിനെ മേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട്. അത് സാർ പറഞ്ഞ ശരിയാണ്, കമ്മ്യൂണിക്കേഷൻ പ്രധാനമാണ്. പ്രമോദിൻ്റെ ഗവേഷണ വിഷയം തന്നെ ടാഗോർ ഇൻ ഗ്ലോബൽ തിയേറ്ററാണ്. ഗ്ലോബൽ തിയേറ്ററിൽ ഷേക്സ്പിയർ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ ഗ്ലോബൽ തിയേറ്ററിൽ ടാഗോറിൻ്റെ ഒരു സ്പേസ് എവിടെയാണ് കണ്ടിരിക്കുന്നത്? സാർ നമ്മുടെ ഇപ്പം ഗ്ലോബ് തിയേറ്റർ, യൂറോപ്യൻ ഗ്ലോബ് തിയേറ്ററിൽ നമ്മുടെ ഷേക്സ്പീരിയൻ നാടകങ്ങൾ, നമ്മൾ വിക്ടോറിയൻ കാലഘട്ടത്തിലുള്ള ഷേക്സ്പീരിയൻ നാടകങ്ങൾ, ഒതല്ലോയും ഹാംലെറ്റും ജൂലിയസ് സീസറും ഒക്കെ നമ്മൾ മിഡ്സമ്മർ നൈറ്റ് ഡ്രീമും ഒക്കെ നമ്മൾ പിന്നെ അറിയാവുന്നതാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചറും വിഷ്വലൈസേഷൻ പാറ്റേണൊക്കെ ഉണ്ട്. എൻ്റേത് ഗ്ലോബൽ തിയേറ്റർ എന്നായിരുന്നു സാർ. അതായത് ലോക നാടകവേദിയിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശൈലി എന്നുള്ളതായിരുന്നു എന്നെ അതിശയിപ്പിച്ച കാര്യം സാർ. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ രക്തകരബി എന്ന് പറയുന്ന റെഡ് ഓറിയൻറ്റർ എന്ന് പറയുന്ന നാടകം, അതുപോലെ തന്നെ മുക്തധാര എന്ന് പറയുന്ന നാടകം, ദി വാട്ടർഫോൾ, പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന നാടകം, ടാഗർ എന്ന് പറയുന്ന നാടകം, ഈ നാടകങ്ങളും ആണ് ഞാൻ കൃത്യമായിട്ടും പിന്നെ ഫോക്കസ് ചെയ്തത്. ഈ നാടകങ്ങൾ രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതൻ ശൈലിയിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് മനോഹരമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് പ്രകൃതിയുമായി ഇണങ്ങുന്ന ദൃശ്യ പശ്ചാത്തലങ്ങളിൽ രവീന്ദ്രനാഥ ടാഗോർ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഉൽപ്പൽ ദത്തും സത്യജിത്രയും പോലുള്ള വിഖ്യാതരായിട്ടുള്ള ആൾക്കാർ പല രീതിയിൽ ആ നാടകങ്ങൾ മറ്റൊരു രീതിയിലേക്ക് ചെയ്തു. ബി വി കാരന്തിനെ പോലെയുള്ള, ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് കിട്ടിയത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ബി വി കാരന്തിൻ്റെ വർക്ക്ഷോപ്പായിരുന്നു. അതിൽ മുക്തധാര പോലുള്ളൊരു നാടകം ബി വി കാരന്ത് ചെയ്തെടുക്കുന്നത് കണ്ടിട്ട് അമ്പരന്ന് നിന്ന ആൾക്കാരാണ്. കാരണം ടോട്ടലി മ്യൂസിക്കലും കോറിയോഗ്രാഫിയും ക്യാരക്ടറൈസേഷനൊക്കെ മിക്സ് ചെയ്ത് തിയേറ്ററിൻ്റെ വേറൊരു ഭാവുകത്വമായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടാക്കിയെടുത്തത്. അപ്പം അതിൽ നിന്നും ഇത്തരം നാടകങ്ങൾ തന്നെ സാർ ഇപ്പോൾ ജപ്പാനിലായാലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും റഷ്യയിലും ചൈനയിലും ഈ സമീപകാലത്ത് പോലും തപാൽ ഓഫീസ് എന്ന് പറയുന്ന നാടകം ചൈനയിൽ ചെയ്തിരിക്കുന്നു. അപ്പം ഒരേ ടെക്സ്റ്റ്, അതായത് വർഷങ്ങൾക്ക് മുൻപേ ഹ്യൂമാനിറ്റിയെ ബേസ് ചെയ്ത്, മനുഷ്യസ്നേഹത്തെ ബേസ് ചെയ്ത്, അതിരുകളില്ലാത്ത ദേശീയതയെ ബേസ് ചെയ്ത് ടാഗോർ എന്ന് പറയുന്ന ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവി, നാടകകാരൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, എല്ലാ രീതിയിലും വേഴ്സറ്റൈൽ ജീനിയസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ സൃഷ്ടികൾ പുതിയ കാലത്തെ ഡയറക്ടേഴ്സ് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യം പുതിയ വിഷ്വലാണ്. അതിന് ഒരേ ടെക്സ്റ്റാണ്. ഇപ്പോൾ ഇമേഴ്സീവ് തിയേറ്റർ പോലുള്ള പ്രൊഡക്ഷൻസ് ഇസ്രയേലിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇമേഴ്സീവ് തിയേറ്ററിൽ ഇപ്പോൾ ടാഗോർ പറയുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ ടാഗർ എന്ന് പറയുന്ന നാടകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് പച്ചക്കിളികൾ പറന്നു പോകുന്ന ആകാശം, അത് ആ പച്ചക്കിളികൾ പറന്നു പോകുമ്പോൾ ആകാശവും അതിൻ്റെ താഴെയുള്ള പുഴയോരങ്ങളും മുഴുവൻ പച്ചയായി മാറി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഹൈലി പോയറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ടാഗോർ പറയുന്നുണ്ട്. പിന്നെ വലിയ നീരൊഴുക്കിൻ്റെ കാര്യങ്ങൾ, കടലിരമ്പുന്നതിൻ്റെ കാര്യങ്ങൾ, ഇത്തരം ഇമേജസ് നമുക്ക് തിയേറ്ററിൽ ഒരു പക്ഷേ നമുക്ക് സംഭാഷണത്തിലൂടെയും മ്യൂസിക്കിൻ്റെ പശ്ചാത്തലത്തിലും എന്തെങ്കിലും സജസ്റ്റീവായിട്ടുള്ള ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിലുമേ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ ഓഡിയൻസുമായിട്ട്. പക്ഷേ ടാഗോർ പറഞ്ഞ കാര്യങ്ങൾ ഇമേഴ്സീവ് തിയേറ്ററിൽ സാധ്യമാകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഗൂഗിൾ ലെൻസിൻ്റെയും കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവർ ഇത് മനോഹരമായിട്ട് ഇസ്രയേലിലൊക്കെ അത്തരം പ്രൊഡക്ഷൻസ് ഗൂഗിൾ ഗ്ലാസ് വെച്ചിട്ട് കാണുന്ന സമയത്ത് നമ്മളെ തഴുകിപ്പോകുന്ന കാറ്റ്, നമുക്കിടയിലൂടെ പറന്നു പോകുന്ന കിളികൾ, നമുക്കിടയിലൂടെ ഒഴുകിപ്പോകുന്ന അരുവി, പുഴയൊഴുക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അനുഭവഭേദ്യമാകുന്ന രീതിയിലേക്ക് അത്തരം സ്മെൽ ഇമേജസും വിഷ്വൽ ഇമേജസും ഒക്കെ വരികയും ലൈവായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് തിയേറ്റർ മാറിയിരിക്കുന്നു പുതിയ കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെ ടാഗോറിൻ്റെ ചിന്തകളെ പുതിയ കാലത്തെ ഡയറക്ടേഴ്സ് എങ്ങനെ സമീപിക്കുന്നു, പുതിയ തലമുറയിലേക്ക് ടാഗോറിൻ്റെ എന്നും മൂല്യമുള്ള അത്തരം ചിന്തകളെ എങ്ങനെയാണ് പുതിയ വിഷ്വൽ സെൻസിബിലിറ്റിയിലൂടെ അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ള അന്വേഷണമായിരുന്നു സാർ. സത്യത്തിൽ അത് നമ്മൾ അമ്പരപ്പിക്കുന്ന രീതിയിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള ഡയറക്ടേഴ്സ് അവരുടെ സാമൂഹ്യ പശ്ചാത്തലങ്ങൾക്കനുസരിച്ച് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് മനോഹരമായിട്ടുള്ള ദൃശ്യാവിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ടാഗോർ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പ്ലേ റൈറ്റ്, കവി, അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ എങ്ങനെയാണ് പുതുതലമുറ അപ്രോച്ച് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചേർന്ന് പല മേഖലയിലുള്ള, ഇപ്പോൾ പത്മശ്രീയും പത്മവിഭൂഷണും കിട്ടിയിട്ടുള്ള സീനിയർ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ടാഗോറിനെ എങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത്, നോക്കിക്കാണുന്നത് എന്നും, അതുപോലെ തന്നെ
കുട്ടി സമൂഹത്തിൻ്റെ ഇടയിൽ അത് സ്കൂളും കോളേജ് തലത്തിലും നമ്മൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ടാഗോറിൻ്റെ പിന്നെ ടെക്സ്റ്റിനെ പുതിയ രീതിയിൽ പുതിയ കാലഘട്ടത്തിൻ്റെ ടെക്നോളജി കൂടി വെച്ചുകൊണ്ട് കാണാനാണ് പുതിയ ജനറേഷൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സർവേയും കൂടെ ഇതിന് ഗുണകരമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്തർദേശീയ തലത്തിലുള്ള ഡയറക്ടേഴ്സിൻ്റെ ദൃശ്യ അവതരണങ്ങളുടെ പഠനങ്ങൾ ടാഗോറിൻ്റെ ടെക്സ്റ്റിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള അനലൈസേഷനൊക്കെ ചേർത്തിട്ട് ഒരു QR കോഡ് സഹിതം, അത് എപ്പോഴും ഒരു മനസ്സിനൊരു സന്തോഷം തോന്നുന്നത് 8.5 വർഷം ഞാൻ അവിടെ അതിനുവേണ്ടി എടുത്തു സാർ. അപ്പോൾ ശാന്തിനികേതനിലാണ് അത് ചെയ്തത്. അതെൻ്റെ ഒരു വലിയ പാഷനായിരുന്നു. ബാല്യകാലസഖി സിനിമ ചെയ്യുമ്പം മമ്മൂട്ടിയുമായിട്ട് അവിടെ 18 ദിവസം ഷൂട്ടിംഗ് നടന്നിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ കാണാൻ പോകുമ്പോഴാണ് ഞാൻ ശാന്തിനികേതനിൽ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ശാന്തിനികേതനിൽ പോകാന്നുള്ള വലിയൊരു അംബീഷനായിരുന്നു മുമ്പ്. പിന്നെ ടാഗോർ മനസ്സിലെപ്പോഴും ചെറുപ്പകാലം മുതലേ ടാഗോർ വലിയൊരു അഭിനിവേശമായിരുന്നു, എല്ലാവരെയും പോലെ സാറിൻ്റെയും അങ്ങനെ ഒരു മനസ്സിലുണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ അവിടെ PhD ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ആഗ്രഹിക്കുന്നു, കോഴ്സ് വർക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഭാരത് ഭവനിലേക്ക് വരേണ്ടി വന്നത്. അപ്പോൾ അത് പകുതി ഇടമുറിച്ചിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ തിരക്കിൽ അത് നീണ്ടുപോയി 8.5 വർഷമായി. പക്ഷേ വീണ്ടും അത് പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അതിൽ സന്തോഷം തോന്നിയത് ടാഗോറിൻ്റെ തിയററ്റിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന അതിനൊപ്പം തന്നെ ഒരു QR കോഡ് കൂടി അതിന് വെച്ചിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ പിന്നെ നാടക രൂപങ്ങളും ഇപ്പോൾ ശാന്തിനികേതൻ സ്റ്റൈലിലായാലും അതുപോലെ തന്നെ ഇപ്റ്റ ചെയ്ത ശൈലിയിലായാലും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഡയറക്ടേഴ്സ് ചെയ്യുന്ന ശൈലികൾ, അതുപോലെ ഓഗ്മെൻ്റൽ റിയാലിറ്റിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളിൽ ഇത്തരം ടെക്സ്റ്റുകൾ, തിയേറ്റർ ടെക്സ്റ്റുകൾക്ക് എങ്ങനെയാണ് ദൃശ്യാവിഷ്കാരം ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഉദാഹരണ സഹിതം അതിലുണ്ട്. നമ്മളിപ്പം പിന്നെ കേരളത്തിൽ നിന്ന് ഒരാൾ പോയിട്ട് ടാഗോർ ജീവിച്ച ഇടത്ത്, ടാഗോർ ഇപ്പം അവിടെ നമ്മൾ പോയാൽ അറിയാം, ടാഗോർ നടന്ന വഴിയിൽ അവർ ബാക്കി എല്ലാ ഇടങ്ങളിലും അവർ ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടാഗോർ നടന്ന ചെമ്മൺപാത ടാർ ചെയ്തിട്ടില്ല. അത്രമാത്രം ടാഗോറിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണല്ലോ അവർ. ആ തണൽ മരങ്ങൾ അതുപോലെ അവിടെയുണ്ട്. അപ്പോൾ അവിടെ ടാഗോർ ജീവിച്ച, ടാഗോർ ശ്വസിച്ച ഇടത്ത് പോയിട്ട് ഇങ്ങനെയൊരു തീസിസ് അവിടെ സമർപ്പിക്കാൻ കഴിയുന്നതും കൽക്കത്തയിൽ ശാന്തിനികേതനിൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് ടാഗോറിനെ ഇങ്ങനെ വിഷ്വലി അപ്രോച്ച് ചെയ്ത് QR കോഡ് സഹിതമുള്ള ഒരു തീസിസ് സമർപ്പിക്കാൻ കഴിയുന്നത്. അത് കേരളത്തിൽ നിന്ന് ഒരു നാടകം ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിലുള്ള സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.